എടുക്കുന്നത് പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് ആൻഡ് കോംപ്ലക്സ് അനാലിസിസ് എന്ന് പറയുന്ന പേപ്പറാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഒരു പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയുന്നത് ഇക്വേഷൻസ് ഇൻവോൾവിംഗ് പാർഷ്യൽ ഡെറിവേറ്റീവ്സ്, പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ഉള്ള ഇക്വേഷൻസിനെയാണ് നമ്മൾ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് എന്ന് പറയുന്നത്. ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷനും പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷനും തമ്മിലുള്ള ഡിഫറൻസ് ആണ് നമ്മളിപ്പോ പറയുന്നത്. ഓക്കെ, ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയുന്നത് സെഡ് എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ, എക്സിൽ വരുന്ന ഒരു ഫംഗ്ഷൻ ആണ് സെഡ് എങ്കിൽ, എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന എക്സിലെ എക്സ് വേരിയബിൾ ആയിട്ട് വരുന്ന ഒരു ഫംഗ്ഷൻ ആണ് സെഡ് എങ്കിൽ നമുക്ക് അതിന്റെ ഡെറിവേറ്റീവ് കാണുമ്പോൾ എന്ത് മാത്രമേ ഉള്ളൂ, സെഡ് എക്സ് വെച്ച് മാത്രം അതിന്റെ ഡെറിവേറ്റീവ് കണ്ടാൽ മതി. ഓക്കെ, ഇപ്പൊ സൈൻ എക്സ് എന്നുള്ളത് ഇപ്പൊ ഉദാഹരണത്തിന് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു സൈൻ എക്സ്, അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിന്റെ എഫിനെ സെഡ് ഇസ് ഈക്വൽ ടു സെഡ് എന്ന് പറയുന്നത് സൈൻ എക്സ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ആണെങ്കിൽ നമ്മൾ അതിനെങ്ങനെ ഡെറിവേറ്റീവ് കാണാം, ഡി സെഡ് ബൈ എക്സ് വെച്ചിട്ടാണ് കാണുക. ഡി സെഡ് ബൈ ഡി എക്സ് എന്ന് പറയുന്നത് സൈൻ എക്സിന് ഡയറക്റ്റ് നമ്മൾ ഡെറിവേറ്റീവ് കാണും, കോസ് എക്സ്. ഇങ്ങനെയാണ് നമ്മൾ ചെയ്യാറ്. ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഡെറിവേറ്റീവ് എന്ന് പറയുമ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത് അല്ലെ. അപ്പൊ ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള ഡെറിവേറ്റീവ്സ് ഇൻവോൾവ് ചെയ്യുന്ന ഇക്വേഷൻസ്, അതായത് ഡി സെഡ് ബൈ ഡി എക്സ് പ്ലസ് 1 ഈക്വൽ ടു 0, ഇതൊരു ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. ഒരു ഇക്വേഷൻ ആണ്, മനസ്സിലായല്ലോ, ഈക്വൽ ടു 0 വന്നപ്പോ ഇക്വേഷൻ ആണ്. ഓക്കെ, കൂടാതെ ഡി സെഡ് ബൈ ഡി എക്സ് എന്ന് പറയുന്ന ഒരു ടേമും കൂടിയുണ്ട്, അതായത് ഓർഡിനറി ഡെറിവേറ്റീവ് ഇൻവോൾവ് ചെയ്യുന്ന ഒരു ടേമും കൂടിയുണ്ട്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ഇക്വേഷനെ ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയാം. ഓക്കെ, ഈക്വൽ ടു 0 അല്ല, ഈക്വൽ ടു എന്തായാലും ഈക്വൽ ടു സംതിങ് എന്ന് പറയുന്നത് കൊണ്ടാണല്ലോ നമ്മൾ ഓർഡിനറി ഇക്വേഷൻ എന്ന് പറയുന്നത്. ഈക്വൽ ടു സംതിങ് എഴുതുന്നതുകൊണ്ടാണ്, അങ്ങനെയുള്ളതിനാണ് ഇക്വേഷൻ, ഈക്വൽ ടു ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഓർഡിനറി ഡെറിവേറ്റീവ് ഇൻവോൾവ് ചെയ്യുന്ന ഇക്വേഷൻസ്. ഇത് എക്സാമ്പിൾ ആണ് ഞാൻ പറഞ്ഞത്. ഇങ്ങനെയുള്ള ഇക്വേഷൻസിനെയാണ് നമ്മൾ ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത് പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. അപ്പൊ ഇവിടെ എക്സ് എന്ന് പറയുന്നതാണ് ഇൻഡിപെൻഡന്റ് വേരിയബിൾ. നമ്മൾ എടുത്ത ഫംഗ്ഷൻ എന്ന് പറയുന്നത് സെഡ് ആയിരുന്നു. സെഡ് എന്ന് പറയുന്നത് സൈൻ എക്സ് എന്ന് പറഞ്ഞ ഫംഗ്ഷനാണ് നമ്മൾ എടുത്തത്. അതായത് സെഡ് എന്ന് പറയുന്ന ഫംഗ്ഷൻ എക്സിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ട് അല്ലെ. സെഡ് എന്ന് പറഞ്ഞാൽ സൈൻ എക്സ്, എക്സ് മാറുന്നതിനനുസരിച്ച് സെഡ് മാറിക്കൊണ്ടിരിക്കും. അപ്പൊ എക്സ് ഡിപ്പെൻഡന്റ് ആണ്, എക്സ് ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ആരെ? സെഡ് എക്സിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. എക്സിന് ഏത് വാല്യൂ കൊടുക്കുന്നതിനനുസരിച്ചും സെഡിന്റെ വാല്യൂ മാറിക്കൊണ്ട് വരും. അതായത് സെഡ് ഡിപ്പെൻഡന്റ് വേരിയബിളും ആണ്, എക്സ് എന്ന് പറയുന്നത് ഇൻഡിപെൻഡന്റ് വേരിയബിളും ആണ്. അപ്പൊ ക്ലിയർ ആയോ? ഇൻഡിപെൻഡന്റും ഡിപ്പെൻഡന്റ് വേരിയബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻഡിപെൻഡന്റ് എന്ന് വെച്ചാല് മാറ്റാൻ പറ്റുന്നത്, അതായത് നമുക്ക് എക്സിന് നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം, ഏത് വാല്യൂ കൊടുത്താലും അതിനനുസരിച്ച് ഒരാൾ ഇതിന് മാറ്റുന്നതിനനുസരിച്ച് ഒരാൾ മാറിക്കൊണ്ടേയിരിക്കും. ഇപ്പൊ നീ എന്ത് ചെയ്താലും എനിക്ക് എന്റെ ആക്ടിവിറ്റി അതുപോലെ മാറണം എന്നുണ്ടെങ്കിൽ ഞാൻ നിന്നെ ഡിപ്പെൻഡ് ചെയ്തോണ്ടേ ഇരിക്കുന്നുണ്ട് അല്ലെ. ഞാൻ ഡിപ്പെൻഡന്റും നീ ഇൻഡിപെൻഡന്റും ആണ്. ഓക്കെ, അതുപോലെ തന്നെയാണ് ഇവിടെ എക്സ് എന്ന് പറയുന്നത് ഇൻഡിപെൻഡന്റും സെഡ് എന്ന് പറയുന്നത് ഡിപ്പെൻഡന്റും ആണ്. അതെന്തുകൊണ്ടാണ് വന്നതെന്ന് വെച്ചാല് സെഡ് എന്ന് പറയുന്നത് ഒരു എക്സിന്റെ ഫംഗ്ഷൻ മാത്രമാണ്. സൈൻ എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ എക്സ് മാത്രം ഇവിടെ ഒരു വേരിയബിൾ വരുന്നുള്ളൂ. അപ്പൊ ഇവിടെ ഒരു ഇൻഡിപെൻഡന്റ് വേരിയബിൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് ആയിട്ട് ഇതിനെ ഫോം ചെയ്തത്, ഓർഡിനറി ഡെറിവേറ്റീവ് കണ്ടത്. നമ്മളിവിടെ ഇത് സാധാരണ ഓർഡിനറി ഡിഫറൻഷ്യൽ ഡെറിവേറ്റീവിന്റെ കാര്യത്തിൽ നമ്മളിവിടെ പഠിക്കുന്നത്, നിങ്ങൾ ഈ മൊഡ്യൂളിൽ പഠിക്കുന്നത് പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻസിനാണ്. അപ്പൊ പാർഷ്യൽ എന്ന് പറയുമ്പോൾ അവിടെ എന്ന് പറഞ്ഞാൽ രണ്ട് ഇൻഡിപെൻഡന്റ് വേരിയബിൾസ് വരും. അതായത് സെഡ് എന്ന് പറയുന്നത് സം ഫംഗ്ഷൻ ഓഫ് എക്സ് ആൻഡ് വൈ ആയിരിക്കും. എക്സിന്റെ ഫംഗ്ഷനും ആയിരിക്കും, വൈയുടെ ഫംഗ്ഷനും ആയിരിക്കും. അതായത് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സെഡ് ഇസ് ഈക്വൽ ടു സൈൻ എക്സ് പ്ലസ് കോസ് വൈ എന്ന് പറയുന്നത് എക്സിലും ഉണ്ട് വൈയിലും. എക്സിന്റെ വാല്യൂ മാറുന്നതിനനുസരിച്ചും സെഡ് മാറാം, വൈയുടെ വാല്യൂ മാറുന്നതിനനുസരിച്ചും സെഡ് മാറാം. അപ്പൊ ഇവിടെ എക്സും വൈയും ഇൻഡിപെൻഡന്റ് ആണ്, സെഡ് എന്ന് പറയുന്നത് ഡിപ്പെൻഡന്റ് ആണ്. ഇപ്പൊ രണ്ട് ഇൻഡിപെൻഡന്റ് വേരിയബിൾ വരുന്ന ഇങ്ങനെയുള്ള ഫംഗ്ഷനിലാണ് നമ്മൾ എന്ത് കാണുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ ഡെറിവേറ്റീവ് കാണുമ്പോൾ എക്സ് വെച്ചും ഡെറിവേറ്റീവ് കാണാം, വൈ വെച്ചും ഡെറിവേറ്റീവ് കാണാം. ഓക്കെ,
എക്സ് വെച്ച് നമുക്ക് ഇവിടെ ഡെറിവേറ്റീവ് കാണാം, വൈ വെച്ചിട്ടും ഡെറിവേറ്റീവ് കാണാം. 2 ഇൻഡിപെൻഡന്റ് വേരിയബിൾ ഉണ്ടല്ലോ. അപ്പൊ നമ്മൾ പകുതി ആയിട്ടാണ് ഡെറിവേറ്റീവ് കാണുന്നത്. അതുകൊണ്ടാണ് ആ വേർഡ് തന്നെ അതിന് മീനിങ് ഉണ്ട്. പാർഷ്യൽ ഡെറിവേറ്റീവ്, മുഴുവനല്ല, പാർഷ്യൽ ആയിട്ട് ഡെറിവേറ്റീവ് കാണാം. ഇപ്പൊ സെഡിനെ നമ്മൾ എക്സ് വെച്ചിട്ടും ഡെറിവേറ്റീവ് കാണാം, വൈ വെച്ചിട്ടും ഡെറിവേറ്റീവ് കാണാം. അപ്പൊ ഇവിടെ സെഡിനെ നമ്മൾ എക്സ് വെച്ചാണ് ഡെറിവേറ്റീവ് കാണുന്നതെങ്കിൽ നമ്മൾ സാധാരണ dz/dx എന്നാണ് സാധാരണ ഓർഡിനറി ഡെറിവേറ്റീവിനെ റെപ്രസെന്റ് ചെയ്യുന്നതെങ്കിൽ പാർഷ്യൽ ഡെറിവേറ്റീവിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് dou/dx ഓഫ് z. അതായത് പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് z വിത്ത് റെസ്പെക്ട് ടു എക്സ്. ഓക്കെ, പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് z വിത്ത് റെസ്പെക്ട് ടു എക്സ്. എക്സ് വെച്ച് z-നെ ഡെറിവേറ്റീവ് കാണാം. നമ്മൾ വൈനെ അവിടെ കൺസിഡർ ചെയ്യുന്നില്ല. അപ്പൊ വൈ എന്ന് പറയുന്നത് നമ്മൾ അവിടെ എന്താണ്, നമ്മൾ എക്സ് വെച്ച് മാത്രമാണ് ഡെറിവേറ്റീവ് കാണുന്നത്. അപ്പൊ വൈ എന്ന് പറയുന്നത് അവിടെ ഒരു കോൺസ്റ്റന്റ് ആയിട്ട് ആക്ട് ചെയ്യും. ഓർക്കണം, നമ്മൾ എക്സിലും വൈയിലുള്ള ഒരു ഫംഗ്ഷനെ നമ്മൾ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് മാത്രം കാണുമ്പോൾ അവിടെ വൈ എന്ന് പറയുന്നത് ആരായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. പിന്നെ പാർഷ്യൽ ഡെറിവേറ്റീവ് എന്ന് പറയുന്ന റെപ്രസെന്റേഷൻ ഓർക്കുക, d/dz അല്ല, d/dx അല്ല, dou/dx ഓഫ് z ആണ്. അതായത് dou/dx എന്നും പറയാം, dou/dx ഓഫ് z എന്നും പറയാം. ക്ലിയർ ആണല്ലോ? dou/dx എന്നും പറയാം, dou/dx ഓഫ് z എന്നും പറയാം. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് ഇതിന്റെ റെപ്രസെന്റേഷൻ. അപ്പൊ നമ്മൾ ഈ ഒരു ഫംഗ്ഷന് ഡെറിവേറ്റീവ് കണ്ടു നോക്കിയേ. sin x പ്ലസ് cos y നെ എക്സ് വെച്ച് ഡെറിവേറ്റീവ് കാണുമ്പോൾ sin x എന്താ? cos x. എക്സ് വെച്ച് കാണുമ്പോൾ നമുക്ക് ഡയറക്റ്റ് sin x ന്റെ cos x. cos y എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇവിടെ y എന്ന് പറയുന്ന ടേം എന്തായാലും നമ്മൾ ആക്ട് ചെയ്യും, എക്സ് വെച്ച് മാത്രമാണ് നമ്മൾ ഡെറിവേറ്റീവ് കാണുന്നത്. അപ്പൊ y എന്ന് പറയുന്ന ടേം കോൺസ്റ്റന്റ് ആയിട്ട് ആക്ട് ചെയ്യും. അപ്പൊ അതുകൊണ്ട് തന്നെ കോൺസ്റ്റന്റിന്റെ ഡെറിവേറ്റീവ് നമുക്കറിയാം എന്താണുള്ളത്. കോൺസ്റ്റന്റിന്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് 0 ആണ്. ഓക്കെ, അപ്പൊ വിച്ച് ഇസ് ഈക്വൽ ടു cos x എന്ന് കിട്ടി. ഓക്കെ, ഇതുപോലെ തന്നെ നമ്മള് എന്ത് ചെയ്യാം? dou z ബൈ dou y വെച്ചിട്ട് ഡിഫറൻഷിയേറ്റ്, അതായത് പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് z കാണുന്നില്ല. ഇത് കയ്യിൽ പിടിച്ചിട്ടാ മിസ് ഇങ്ങനെ എടുക്കുന്നത്. മിസ് ഇങ്ങനെ കിടന്നല്ല അമിത് പറഞ്ഞ പോലെ ഗോപ്രോ ഇങ്ങനെ മേല ഇതാക്കിട്ട് വെക്കുവാണെങ്കിൽ നമ്മൾ മൗണ്ട് ചെയ്യുന്ന ഒരു ക്യാമറ ഉണ്ട് മിസ്. അതാകുമ്പോ മിസ്സിന് കുറച്ച് കംഫർട്ട് ആയിരിക്കും, കൈകാൻ എടുക്കൂല. ആയില്ല, ഇന്നൊരു ദിവസം മാത്രം ഇങ്ങനെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. നാളെ മുതൽ നമുക്ക് നല്ല സെറ്റപ്പ് ആക്കാം. ഇതെന്താന്ന് വെച്ചാല് കുറച്ചൊരു ഇത് വന്നിട്ടുണ്ട്, അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ. ഇന്നൊരു അഡ്ജസ്റ്റ് ചെയ്യുന്നു. അല്ല ക്ലാസ്സിനല്ല, നമുക്ക് ക്യാമറയുടെ ഇത് സെറ്റപ്പ് നമുക്ക് കിട്ടിയിട്ടില്ല, അതുകൊണ്ടാണ്. അപ്പൊ അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. ഇന്ന് മാത്രം അഡ്ജസ്റ്റ് ചെയ്യാം, നാളെ ശരിയാവുമെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞത് സെഡിനെ ക്യാമറ ഒരു ട്രാൻസ്പാരന്റ് സ്റ്റാൻഡിനെ വരെ വെച്ചാല് ക്ലിയർ ആവും. ഇതിപ്പോ ഇങ്ങനെ ഷെയ്ക്ക് ചെയ്തോണ്ടിരിക്കുമ്പോ മനസ്സിലാവുന്നില്ല. ഓക്കെ, ഓക്കെ, ഡോ/ഡോ y ഓഫ് z എന്ന് പറയുന്ന ഫംഗ്ഷൻ sin x പ്ലസ് cos y ആയിരുന്നു അല്ലെ. അപ്പൊ നമുക്ക് ഈ ഫംഗ്ഷൻ നമുക്ക് എന്ത് ചെയ്യാം? ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു y ആണ് കാണുന്നത്. അപ്പൊ നമ്മുടെ ഇവിടെ sin x എന്ന് പറയുന്നത് എക്സിന്റെ ടേം എന്താകും? 0 ആയിരിക്കും അല്ലെ. എക്സ് എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് അല്ലേ? എക്സ് എന്ന് പറയുന്നത് കോൺസ്റ്റന്റ്. ഓക്കെ, ക്ലിയർ ആണില്ലേ? ഓക്കെ, ഇവിടെ നമ്മൾ y വെച്ചിട്ടാണ് ഇവിടെ നമ്മൾ ഡെറിവേറ്റീവ് കാണുന്നത്. പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് z വിത്ത് റെസ്പെക്ട് ടു y. നമ്മുടെ z എന്ന് പറഞ്ഞ ഫംഗ്ഷൻ sin x പ്ലസ് cos y ആയിരുന്നു. ഓക്കെ, അപ്പൊ x എന്ന് പറയുന്നത് ഇവിടെ ഒരു കോൺസ്റ്റന്റ് ആയിട്ട് ആക്ട് ചെയ്യും അല്ലെ. അപ്പൊ sin x എന്ന് പറയുന്ന ഫംഗ്ഷൻ കോൺസ്റ്റന്റ് ആയി. കോൺസ്റ്റന്റിന്റെ ഡെറിവേറ്റീവ് നമുക്കറിയാം 0 ആണെന്ന് അല്ലെ. പ്ലസ് ഇനി ഡോ y ഓഫ് cos y. cos y വിത്ത് റെസ്പെക്ട് ടു y. cos y യുടെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു y എന്താണ്?
cos y with respect to y, ഡെറിവേറ്റീവ് ഓഫ് cos y with respect to y എന്ന് പറയുന്നത് മൈനസ് സൈൻ y. ഓക്കെ, അപ്പൊ നമുക്ക് അതിനുള്ള ആൻസർ കിട്ടുന്നത് മൈനസ് സൈൻ y. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് പാർഷ്യൽ ഡെറിവേറ്റീവ് കാണുന്നത്. ഇപ്പൊ നിങ്ങൾ പഠിച്ചതാണ്, ഇപ്പൊ ഞാൻ കൂടെ ഒന്ന് റിവൈസ് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പൊ നമ്മളിവിടെ പഠിക്കുന്നതിൽ ഫസ്റ്റ് കുറച്ച് ടേംസ് നിങ്ങൾ ഒന്ന് ഫെമിലറൈസ് ചെയ്ത് വെക്കുക കേട്ടോ. അതായത് z ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വൈ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ, അതായത് എക്സിന്റെ വൈന്റെ ഒരു ഫംഗ്ഷനെ നമ്മള് എന്ത് ചെയ്യാം, എക്സ് വെച്ചിട്ടാണ് പാർഷ്യൽ ഡെറിവേറ്റീവ് കാണുന്നെങ്കിൽ ഡോ സെഡ് ബൈ ഡോ എക്സ് വിച്ച് ഇസ് ഈക്വൽ ടു നമ്മൾ സാധാരണയായിട്ട് റെപ്രസെന്റ് ചെയ്യുന്നത് പി എന്ന് പറയുന്ന ലെറ്ററിലാണ്. ഡോ സെഡ് ബൈ ഡോ എക്സ്, അതായത് എക്സിലും വൈയിലുള്ള ഒരു ഫംഗ്ഷനെ നമ്മൾ എക്സ് വെച്ച് പാർഷ്യൽ ഡെറിവേറ്റീവ് കാണുമ്പോൾ വിച്ച് ഇസ് ഈക്വൽ ടു നമ്മൾ റെപ്രസെന്റ് ചെയ്യുക പി എന്ന് പറയുന്ന ഒരു ലെറ്റർ ആയിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഡോ സെഡ് ബൈ ഡോ വൈ എന്ന് പറയുന്നത് ക്യൂ ആയിട്ട് റെപ്രസെന്റ് ചെയ്യും. ഓക്കെ, ഇതുപോലെ തന്നെ ഇതിന്റെ ഹയർ ഓർഡർ ഡെറിവേറ്റീവ് ആയ ഡോ സ്ക്വയർ സെഡ് ബൈ ഡോ എക്സ് സ്ക്വയറിനെ നമ്മള് ആർ ആയിട്ട് റെപ്രസെന്റ് ചെയ്യും. ഡോ സ്ക്വയർ സെഡ് ബൈ ഡോ എക്സ് ഡോ വൈ എന്നുള്ളതിന് നമ്മൾ എസ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യും. അതായത് നിങ്ങൾ എവിടേക്കാണ് ഇങ്ങനെയുള്ള ടേം കാണുന്നത് അതിന് നമ്മൾ പി ക്യൂ ആർ എസ് ടി എന്ന് കൊടുത്താൽ മതി. ഓക്കെ, ഡോ സ്ക്വയർ സെഡ് ബൈ ഡോ വൈ സ്ക്വയർ എന്ന് പറയുന്നതിന് നമ്മൾ ടി ആയിട്ട് റെപ്രസെന്റ് ചെയ്യും. അതായത് എക്സ് വെച്ച് ഡെറിവേറ്റീവ് ആണ് കാണുന്നതെങ്കിൽ പി ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യും. ഡോ സെഡ് ബൈ ഡോ വൈ ആണെങ്കിൽ ക്യൂ എന്ന് നമ്മൾ റെപ്രസെന്റ് ചെയ്യും. ഡോ സ്ക്വയർ സെഡ് ബൈ ഡോ എക്സ് സ്ക്വയറിന് നമ്മൾ ആർ ആയിട്ടും റെപ്രസെന്റ് ചെയ്യും. ഡോ സ്ക്വയർ എക്സ് ബൈ ഡോ എക്സ് ഡോ വൈ അല്ലെങ്കിൽ ഡോ സ്ക്വയർ സെഡ് ബൈ ഡോ വൈ ഡോ എക്സ്, ഇത് രണ്ടും സെയിം ആണ് കേട്ടോ. ഡോ സ്ക്വയർ സെഡ് ബൈ ഡോ എക്സ് ഡോ വൈ അല്ലെങ്കിൽ ഡോ സ്ക്വയർ സെഡ് ബൈ ഡോ വൈ ഡോ എക്സിന് നമ്മൾ എസ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യും. ഡോ സ്ക്വയർ സെഡ് ബൈ ഡോ വൈ സ്ക്വയറിന് നമ്മൾ ടി ആയിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. പ്രോബ്ലത്തിലൊക്കെ ഇങ്ങനെ വരുന്ന സ്ഥലത്ത് നമ്മൾ എന്ത് എഴുതിയാൽ മതി, പി ക്യൂ ആർ എസ് ടി എന്ന് എഴുതിയാൽ മതി. ഓക്കെ, ഇനി നമ്മൾ പോകുന്നത് ഇനി നമ്മുടെ ഇതിലുള്ള ഒരു ഇമ്പോർട്ടന്റ് പോർഷൻ ആണ് ഫോർമേഷൻ ഓഫ് ദി ഡിഫറൻഷ്യൽ ഇക്വേഷൻ, ഫോർമേഷൻ ഓഫ് ദി പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഈ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ നമ്മൾ ഷോർട്ട് ആയിട്ട് എങ്ങനെ വിളിക്കും, പി ഡി ഇ എന്ന് വിളിക്കും കേട്ടോ. പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ പി ഡി ഇ എന്ന് പറയും. അപ്പൊ ഫോർമേഷൻ ഓഫ് പി ഡി ആണ് നമുക്ക് അടുത്ത സെഷൻ പഠിക്കാനുള്ളത്. നമുക്ക് ഫസ്റ്റ് സെഷൻ എന്ന് പറയുന്നത് ഫോർമേഷൻ ഓഫ് പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ്, പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ്. ഓക്കെ, അപ്പൊ അത് നമുക്ക് എങ്ങനെയാണ് ഒരു ഇക്വേഷൻ നിന്ന് അതിനെ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആയിട്ട് എങ്ങനെയാണ് അതിനെ മാറ്റാൻ നോക്കാം. ഒരു ഇക്വേഷൻ കിട്ടിയാൽ അതിനെ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആയിട്ട് എങ്ങനെ മാറ്റാൻ നോക്കാം. ഓക്കെ, അപ്പൊ ക്വസ്റ്റ്യൻ എഴുതാം. ഫോം പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ, form partial differential equation of 2z is equal to x square by a square plus y square by b square. Okay, 2z is equal to x square by a square plus y square by b square. Okay, so ഇവിടെ ഫോർമേഷൻ എന്ന് പറയുന്നത് ഫോർമേഷൻ ഓഫ് പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ബൈ എലിമിനേറ്റിംഗ് ദ ആർബിട്രറി കോൺസ്റ്റന്റ് ആട്ടോ. ഈ കോൺസ്റ്റന്റുകളെ എലിമിനേറ്റ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഫോർമേഷൻ ഓഫ് ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് ബൈ, അപ്പൊ ഫസ്റ്റ് പാർട്ട് വരുന്നത് ബൈ എലിമിനേറ്റിംഗ് arbitrary constants. നിങ്ങൾക്ക് നോട്ട് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരും കേട്ടോ. അപ്പൊ നിങ്ങൾ എടുക്കുന്നത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. നോട്ട് ഞാൻ നിങ്ങൾക്ക് സെൻഡ് ചെയ്തു തരും കേട്ടോ. ഇപ്പൊ എടുക്കുന്നത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഇതിന്റെ നോട്ട് ഞാൻ നീറ്റായിട്ട് എഴുതിയിട്ടുള്ള നോട്ട് ഞാൻ നിങ്ങൾക്ക് തരും കേട്ടോ. ഓക്കെ, അപ്പൊ ഈ 2z ഈക്വൽ ടു എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ എന്ന് പറഞ്ഞ ഒരു സാധാരണ ഓർഡിനറി ഇക്വേഷൻ 2 ആണ് 2z.
ഓക്കെ, ഇങ്ങനെയുള്ള ഒരു സാധാരണ ഇക്വേഷനിൽ ഈ എയും ബി എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻസ് ആണ്, ഏതോ കോൺസ്റ്റന്റ്. അപ്പൊ 2, 3, 4 എന്നൊന്നും പറഞ്ഞ കോൺസ്റ്റന്റ് ആണെങ്കിൽ കുഴപ്പമില്ല. ഇത് ആർബിട്രറി കോൺസ്റ്റന്റ് ആണ്. ഇത് ഏതാണ് കോൺസ്റ്റന്റ് നമുക്ക് അറിയില്ല. ആർബിട്രറി ആയിട്ടുള്ള ഒരു വാല്യൂ ഉള്ള ഒരു കോൺസ്റ്റന്റ് ആണ് എയും ബിയും. ഇത് എലിമിനേറ്റ് ചെയ്തിട്ട് നമുക്ക് എങ്ങനെ ഇതിനെ ഒരു പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആയി മാറ്റാം. ഇതിനൊരു പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആയിട്ടാണ് നമുക്ക് മാറ്റേണ്ടത്. ഈ ഒരു സാധാരണ ഇക്വേഷനെ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആയിട്ട് മാറ്റണം, എയും ബിയും എലിമിനേറ്റ് ചെയ്ത് കളഞ്ഞതിന് ശേഷം. ഓക്കെ, അപ്പൊ നമുക്കറിയാം ഇത് എക്സിന്റെയും വൈന്റെയും ഒരു ഇക്വേഷൻ ആണ് അല്ലെ, എക്സും വൈയും ഉള്ള ഒരു ഇക്വേഷൻ ആണ്. അപ്പൊ നമുക്ക് ആദ്യം അറിയാം, നമുക്ക് ഇതിന് എന്ത് ചെയ്യാം, ഈ ഇക്വേഷന് 1 കൊടുക്കാം. ഈ ഇക്വേഷനെ നമുക്ക് ആദ്യം എക്സ് വെച്ചും ഡെറിവേറ്റീവ് കാണാം, പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, വൈ വെച്ചും ഡെറിവേറ്റീവ് കാണാം. അപ്പൊ ഫസ്റ്റ് നമ്മൾ എക്സ് വെച്ച് ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാം, പാർഷ്യലി ഡിഫറൻഷിയേറ്റ് ചെയ്യാം. എക്സിലും വൈയിലുള്ള ഒരു ഫംഗ്ഷനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാന്ന് പറയുമ്പോൾ വെറും ഡിഫറൻസിയേഷൻ അല്ല, പാർഷ്യൽ ഡിഫറൻസിയേഷൻ ആണ് അല്ലെ. എക്സിലും വൈയിലും 2 ഇൻഡിപെൻഡന്റ് വേരിയബിൾ ഉള്ളതിനെ നമ്മൾ ഒരു ഇൻഡിപെൻഡന്റ് വേരിയബിൾ മാത്രം വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെ എഴുതണം, ഡിഫറൻഷിയേറ്റ് പാർഷ്യലി വിത്ത് റെസ്പെക്ട് ടു എക്സ് അല്ലെ. ഡിഫറൻഷിയേറ്റ് ഇക്വേഷൻ 1 പാർഷ്യലി വിത്ത് റെസ്പെക്ട് ടു എക്സ് എന്ന് പറഞ്ഞ് എഴുതണം. ഓക്കെ, ഇക്വേഷൻ 1 പാർഷ്യലി വിത്ത് റെസ്പെക്ട് ടു WTRT എഴുതിയിട്ടുള്ള വിത്ത് റെസ്പെക്ട് ടു എക്സ് വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? 2 എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്. 2 എന്ന് പറയുന്നത് അല്ലെ, ഇവിടെ 2 എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്. പൊക്കി പിടിക്കുക. ഓക്കെ, 2 എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്. 2 ഇൻറ്റു സെഡിനെ നമ്മൾ എക്സ് വെച്ച് ഡെറിവേറ്റീവ് കാണുമ്പോ എങ്ങനെ എഴുതാം? പാർഷ്യൽ ഡെറിവേറ്റീവ് കാണുമ്പോ എങ്ങനെ എഴുതാൻ പറ്റുക? അതായത് നമുക്കുള്ള ഇക്വേഷൻ ഇതാണ്, 2z is equal to x² + a² + b². ആ ഇക്വേഷനെ നമ്മൾ ഡെറിവേറ്റീവ് കാണുകയാണ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. അപ്പം 2 എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആയതുകൊണ്ട് അത് നമ്മൾ 2 ഇൻറ്റു അല്ലെ, 2 പുറത്ത് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. 2 ഇൻറ്റു സെഡിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ വിത്ത് റെസ്പെക്ട് ടു എക്സ് ആയതുകൊണ്ട് ∂z/∂x. ഓക്കെ, ഒന്നും കാണുന്നില്ല അല്ലെ. ഓക്കെ, ഞാൻ പരമാവധി ക്യാമറ അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, പൊക്കി പിടിക്കേ മിസ്. എവിടെയെങ്കിലും ഫോൺ വെക്ക് മിസ്, സ്റ്റഡി ആയിട്ട് വെക്ക്. ഓക്കെ, ഇപ്പൊ ക്ലിയർ ആകുന്നുണ്ടോ? ഇപ്പൊ കാണുന്നുണ്ടോ നിങ്ങക്ക്? അതിപ്പോ ഓക്കെ ആണ് മിസ്. എവിടെയെങ്കിലും ഒന്നും തിരിയുന്നില്ല മിസ്. ക്ലിയർ ഇല്ല മിസ്, കുറച്ചുകൂടെ പിടിക്കാൻ പറ്റും. ഒന്നും തിരിയുന്നില്ല. ഓക്കെ, ഞാൻ പറഞ്ഞില്ല, ഇന്നൊരു ദിവസത്തേക്ക് നിങ്ങൾ ഇങ്ങനെ ഒന്ന് ചെറുതായിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണേ. ഇല്ല മിസ്, തിരിയുന്നില്ല മിസ്. ആ ക്യാമറ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോ കുറച്ചു നേരത്തെ കണ്ട സാധനം പിന്നെ കാണുമ്പോ വേറെ ഇതുപോലെ തന്നെ മിസ്. ഇതിപ്പോ ഇങ്ങനെ പറയുന്നത് വെറുതെ വേസ്റ്റ് ആയിരിക്കും മിസ്. ഇപ്പൊ ക്ലിയർ ആകുന്നുണ്ടോ? ഇല്ല മിസ്, ആ ഒരു കുഞ്ഞു കഷ്ണം മാത്രം കണ്ടിട്ട് ഒന്നും മനസ്സിലാവില്ല മിസ്. ഓക്കെ, അപ്പൊ 2 ഇൻറ്റു ∂z/∂x, സെഡിന് നമ്മൾ എക്സ് വെച്ച് ഡെറിവേറ്റീവ് കണ്ടു, പ്ലസ് ഈക്വൽ ടു, ഇനി നമുക്ക് x² നെ എക്സ് വെച്ച് ഡെറിവേറ്റീവ് കാണുമ്പോൾ നമുക്കറിയാം 1/a² എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്. 1/a² ഇൻറ്റു x² എന്ന് പറയുന്നതിന്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് 2x.
പ്ലസ് വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ എന്ന് പറയുന്നത് എക്സ് വെച്ചിട്ടാണ് ഡെറിവേറ്റീവ് കാണുന്നുണ്ട്, വൈയും ബിയും കോൺസ്റ്റന്റ് ആയതുകൊണ്ട് തന്നെ ഈക്വൽ ടു 0. അപ്പൊ പ്ലസ് 0 എന്ന് പറയും. ഓക്കെ, അതായത് നമുക്ക് കിട്ടിയത് 2x ബൈ എ സ്ക്വയർ ആണ് കിട്ടിയത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടുന്ന് 1 ബൈ, അപ്പൊ 2 ഇൻറ്റു ഡോ സെഡ് ബൈ ഡോ എക്സ് ആണ് ഈക്വൽ ടു 2x ബൈ എ സ്ക്വയർ എന്ന് കിട്ടിയത്. ഇവിടെ 2 രണ്ട് സൈഡും നമുക്ക് ക്യാൻസൽ ചെയ്ത് കൊടുക്കാം. അപ്പൊ ബാക്കി എന്താണ്? ഇത് ഡോ സെഡ് ബൈ ഡോ എക്സ് ഇസ് ഈക്വൽ ടു എക്സ് ബൈ എ സ്ക്വയർ. ഓക്കെ, ഇതുപോലെ തന്നെ നമുക്ക് ഫസ്റ്റ് ഇക്വേഷനെ ഡിഫറൻഷിയേറ്റ് ഇക്വേഷൻ 1 വിത്ത് റെസ്പെക്ട് ടു y ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് കിട്ടും? ഡിഫറൻഷിയേറ്റ് ഇക്വേഷൻ 1 പാർഷ്യലി വിത്ത് റെസ്പെക്ട് ടു y എന്ത് കിട്ടും? നിങ്ങളിപ്പോ ജസ്റ്റ് ഒന്ന് നോട്ടിൽ റഫായിട്ടൊന്ന് എഴുതി നോക്കട്ടോ. അപ്പൊ നിങ്ങൾക്ക് അറിയാം, നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ്. ജസ്റ്റ് ഒന്ന് എഴുതി നോക്കിയാൽ മനസ്സിലാകും കേട്ടോ. അപ്പൊ ഡിഫറൻഷിയേറ്റ് ഇക്വേഷൻ 1, ഇക്വേഷൻ 1നെ y വെച്ചിട്ടാണ് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. അപ്പൊ 2z എന്ന് പറയുന്നത് 2 ഇൻറ്റു ഡോ സെഡ് ബൈ ഡോ വൈ, y വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 2 ഇൻറ്റു ഡോ സെഡ് ബൈ ഡോ വൈ വിച്ച് ഇസ് ഈക്വൽ ടു എക്സ് ബൈ എ സ്ക്വയർ എന്ന് പറയുന്നത് y വെച്ച് ഡെറിവേറ്റീവ് കാണുമ്പോൾ എന്താ? 0 ആണ്. 0 പ്ലസ് 1 ബൈ ബി സ്ക്വയർ ഇൻറ്റു 2y എന്ന് വരും. ഓക്കെ, വിച്ച് ഇസ് ഈക്വൽ ടു 2y ബൈ ബി സ്ക്വയർ എന്ന് വരും. ഓക്കെ, ആ നോട്ട് നിങ്ങൾക്ക് ഇട്ട് തരാം കേട്ടോ. നോട്ട് ഇത് നിങ്ങളിപ്പോ പറയുന്നത് ശ്രദ്ധിച്ചോ. നോട്ട് നിങ്ങൾക്ക് ഇട്ട് തരാം കേട്ടോ. നോട്ട് ക്ലിയർ ആയിട്ട് എഴുതിയത് ഞാൻ നിങ്ങൾക്ക് ഇട്ട് തരും, സെൻഡ് ചെയ്ത് തരും കേട്ടോ. ഓക്കെ, അത് നിങ്ങൾ വരി ചെയ്യേണ്ട. നോട്ട് ക്ലിയർ ആയിട്ട് തരും. ക്യാമറയുടെ ഒരു പ്രോബ്ലം മാത്രമേ ഉള്ളൂ കേട്ടോ. 2 ഇൻറ്റു ഡോ സെഡ് ബൈ ഡോ വൈ എന്ന് പറയുന്നത് 2y ബൈ ബി സ്ക്വയർ എന്ന് വന്നു. 2 രണ്ട് സൈഡിൽ നിന്ന് നമുക്ക് ക്യാൻസൽ ചെയ്താൽ ബാക്കി എന്താ ഉള്ളത്? ഡോ സെഡ് ബൈ ഡോ വൈ എന്ന് പറയുന്നത് y ബൈ ബി സ്ക്വയർ എന്ന് വന്നു. അപ്പൊ നമുക്ക് ഡോ എക്സ് ബൈ ഡോ സെഡ് ബൈ ഡോ എക്സ് എന്ന് പറയുന്നത് എക്സ് ബൈ എ സ്ക്വയറും വന്നു. ഡോ സെഡ് ബൈ ഡോ വൈ എന്ന് പറയുന്നത് y ബൈ ബി സ്ക്വയറും വന്നു അല്ലെ? അപ്പൊ അതായത് നമുക്ക് ഈ ഫസ്റ്റ് രണ്ടാമത്തെ ഇക്വേഷനിൽ നോക്കാലോ. അപ്പൊ ഇവിടുന്ന് 1 ബൈ എ സ്ക്വയർ എന്ന് പറയുന്നത് എന്താ? 1 ബൈ എ സ്ക്വയർ എന്ന് പറയുന്നത് എന്തായിരിക്കും? എക്സ് ഇപ്പുറത്തോട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ 1 ബൈ എ സ്ക്വയർ എന്താ? ഇക്വേഷൻ 2ൽ നിന്ന് നമുക്ക് 1 ബൈ എ സ്ക്വയറിനെ മാറ്റിയെടുക്കാം. 1 ബൈ എ സ്ക്വയർ എന്ന് പറയുന്നത് എന്തായിരിക്കും? 1 ബൈ എ സ്ക്വയർ എന്ന് പറയുന്നത് എക്സിന് ഇപ്പുറത്തോട്ട് വന്നാല് 1 ബൈ എക്സ് ഇൻറ്റു ഡോ സെഡ് ബൈ ഡോ എക്സ് ആയിരിക്കും. ഓക്കെ, ഇക്വേഷൻ 3ൽ നിന്ന് നമുക്ക് 1 ബൈ ബി സ്ക്വയർ എഴുതാലോ. 1 ബൈ ബി സ്ക്വയർ എന്ന് പറയുന്നത് എന്താ? 1 ബൈ ബി സ്ക്വയർ എന്ന് പറയുന്നത് എന്താ? y അപ്പുറത്തോട്ട് പോയാല് 1 ബൈ വൈ ഇൻറ്റു ഡോ സെഡ് ബൈ ഡോ വൈ. ഓക്കെ, അപ്പൊ നമുക്ക് ഉള്ളത് ഇപ്പം നമുക്ക് ഈ രണ്ട് 1 ബൈ എ സ്ക്വയറും 1 ബൈ ബി സ്ക്വയറും ഈ ഇക്വേഷനിൽ നിന്ന് എലിമിനേറ്റ് ചെയ്ത് കളയാന്നുള്ളതാണ്. അപ്പൊ നമുക്ക് ഇവിടെ ഡിഫറൻഷിയേറ്റ് ചെയ്തപ്പോ 1 ബൈ എ സ്ക്വയർ എന്ന് പറയുന്നത് 1 ബൈ എക്സ് ഇൻറ്റു ഡോ സെഡ് ബൈ ഡോ എക്സും കിട്ടി. 1 ബൈ ബി സ്ക്വയർ എന്ന് പറയുന്നത് 1 ബൈ വൈ ഇൻറ്റു ഡോ സെഡ് ബൈ ഡോ വൈയും കിട്ടി. അത് നമ്മൾ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എന്ത് കിട്ടും? നമ്മുടെ ഇക്വേഷൻ എന്തായിരുന്നു? നമ്മൾ അതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതായത് നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് 2z is equal to എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ ആയിരുന്നു അല്ലെ? അപ്പൊ അതിൽ 1 ബൈ, അതായത് ഇതിനെ മാറ്റിയിട്ട് എങ്ങനെ? എക്സ് സ്ക്വയർ ഇൻറ്റു 1 ബൈ എ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇൻറ്റു 1 ബൈ ബി സ്ക്വയർ ആണ് അല്ലെ ഇക്വേഷൻ. നമുക്ക് ഇപ്പൊ കിട്ടിയിട്ടുണ്ട് എക്സ് സ്ക്വയർ ഇൻറ്റു 1 ബൈ എ സ്ക്വയറിന് പകരം നമ്മളിപ്പോ ചെയ്തപ്പോ കിട്ടിയിട്ടുണ്ട് എന്ത്? ഡോ സെഡ് ബൈ ഡോ എക്സ് എന്ന് കിട്ടിയിട്ടുണ്ട് അല്ലെ? ഇൻറ്റു 1 ബൈ എക്സ്, 1 ബൈ എക്സ് ഇൻറ്റു ഡോ സെഡ് ബൈ ഡോ എക്സ്. അതാണ് നമ്മളിപ്പോ ചെയ്തു വെച്ചത് അല്ലെ? ഇപ്പൊ നമ്മൾ ചെയ്തു വെച്ചത്. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെ പ്ലസ് വൈ സ്ക്വയർ ഇൻറ്റു 1 ബൈ ബി സ്ക്വയറിന് എന്ത് എഴുതാം? 1 ബൈ ബി സ്ക്വയറിന് എന്ത് എഴുതാം? 1 ബൈ ബി സ്ക്വയറിന് 1 ബൈ വൈ ഇൻറ്റു ഡോ സെഡ് ബൈ ഡോ വൈ എന്ന് എഴുതാം. ഓക്കെ, ഇവിടെ നമുക്ക് എക്സ് ക്യാൻസൽ ആയാലും ഇവിടെ എക്സ് സ്ക്വയർ ഉണ്ട്, താഴെ ഒരു എക്സ് ഉണ്ട്. ന്യൂമറേറ്റർ ഡിനോമിനേറ്ററിൽ എക്സ് സ്ക്വയറും എക്സും ക്യാൻസൽ ചെയ്താൽ എക്സ് ഇൻറ്റു ഡോ സെഡ് ബൈ ഡോ എക്സ് പ്ലസ് വൈ സ്ക്വയറും വൈയും ക്യാൻസൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്നത് വൈ ഇൻറ്റു ഡോ സെഡ് ബൈ ഡോ വൈ ആണ് കിട്ടുന്നത്. ഓക്കെ, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു, അതായത് 2z is equal to
എക്സ് ഇൻറ്റു ഡോ സെഡ് ബൈ ഡോ എക്സ് പ്ലസ് വൈ ഇൻറ്റു ഡോ സെഡ് ബൈ ഡോ വൈ കിട്ടി. ഇപ്പൊ എല്ലാം നമ്മുടെ ആ ഇക്വേഷനിൽ എയും ബിയും ഒക്കെ പോയി. എയും ബിയും ഒക്കെ പോയിട്ട് ഇപ്പൊ നമുക്ക് എന്തേ ഉള്ളൂ, ഒരു പാർഷ്യൽ ഡെറിവേറ്റീവ് ഉള്ള ഒരു ഇക്വേഷൻ ആയിട്ട് മാറി. അപ്പൊ ഇങ്ങനെയുള്ള ഇക്വേഷൻ ആണ് നമ്മൾ ഫോം ചെയ്തെടുക്കേണ്ടത്. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ കൊടുക്കാം, എക്സ് ഇൻറ്റു ഡോ സെഡ് ബൈ ഡോ എക്സ്. നമ്മൾ ഫസ്റ്റ് തുടങ്ങുമ്പോഴേ പറഞ്ഞു എന്താ, ഡോ സെഡ് ബൈ ഡോ എക്സിന് നമുക്ക് എന്ത് എഴുതാം, പി എന്ന് എഴുതാം. വൈ ഇൻറ്റു ഡോ സെഡ് ബൈ ഡോ വൈ നമുക്ക് എന്ത് എഴുതാം, ക്യൂ എന്നാക്കിയിട്ട് എഴുതാം. ഇത് വേണം, നിർബന്ധമുള്ള കാര്യമല്ല. ഇവിടെ വെച്ച് ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ ഇവിടെ വരെ ഒരു ഡെറിവേറ്റീവ് ഉള്ള ഇക്വേഷൻ കിട്ടിയപ്പോ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. ഇതിനെ വേണമെങ്കിൽ പിയും ക്യൂ ആക്കി മാറ്റി കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. അപ്പൊ നമുക്ക് ഒരു ഓർഡറിലാക്കി എഴുതുമ്പോൾ എങ്ങനെ എഴുതാം, പി എക്സ് പ്ലസ് ക്യൂ വൈ, അതായത് 2z ഇസ് ഈക്വൽ ടു പി എക്സ് പ്ലസ് ക്യൂ വൈ എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ ആയിട്ട് ഇത് ഫോം ചെയ്തു. അതിൽ പി എന്ന് പറയുന്നതും ക്യൂ എന്ന് പറയുന്നതും പാർഷ്യൽ ഡെറിവേറ്റീവ്സ്. ഓക്കെ, അപ്പൊ ഇങ്ങനെ സാധാരണ ഒരു ഇക്വേഷൻ നമ്മൾ എന്താക്കി മാറ്റി, പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആയിട്ട് മാറ്റിയിട്ടുണ്ട്. ഓക്കെ അല്ലേ? അപ്പൊ ഇങ്ങനെയുള്ള ഫോർമേഷൻ ആണ് ഇനി ചോദിക്കുന്നത്. ഇങ്ങനെയുള്ള ഫോർമേഷൻ ആണ് ഇതിന്റെ ഫസ്റ്റ് സെഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഓക്കെ. അപ്പോ ഇനി നമുക്ക് എന്തെങ്കിലും, നിങ്ങൾക്ക് ക്ലാരിറ്റി കുറച്ച് കുറവായിട്ടുണ്ട്. അപ്പം അത് കുഴപ്പമില്ല, നാളെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഇതിന് നോട്ടൊക്കെ നല്ല നീറ്റ് ആയിട്ടുള്ള നോട്ട് ഞാൻ തരാം കേട്ടോ. ഓക്കെ, നോട്ട് ഞാൻ തരാം. നോട്ടിൽ എന്തെങ്കിലും നിങ്ങൾക്ക് എവിടെയെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ നല്ല ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതൊന്നും പേടിക്കണ്ട, ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം കേട്ടോ. എവിടെയെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പൊ അത്ര മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പം അത് സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. എലിമിനേഷൻ, ഫോർമേഷൻ ഓഫ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ. അപ്പൊ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്താന്ന് പറഞ്ഞു, ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷനും പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷനും തമ്മിലുള്ള ഡിഫറൻസ് പറഞ്ഞു. ഓക്കെ ഓക്കെ, അപ്പൊ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ നമ്മൾ ഒരു സാധാരണ ഓർഡിനറി ഇക്വേഷൻ, സാധാരണ ഒരു ഇക്വേഷനിൽ ആർബിട്രറി കോൺസ്റ്റന്റ് എ ബി എന്നൊക്കെ പറയുന്ന ആർബിട്രറി കോൺസ്റ്റന്റ് എലിമിനേറ്റ് ചെയ്തുകൊണ്ട് അതിനെ മാറ്റിയിട്ട് നമ്മൾ അതിനെ ആ ഒരു ഇക്വേഷൻ നമുക്ക് എങ്ങനെ ഒരു PDE ഇക്വേഷൻ, പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആക്കി മാറ്റാന്നുള്ളതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അതിനൊരു പ്രോബ്ലം ആണ് ചെയ്തിട്ടുള്ളത്. സിമ്പിൾ ആയിട്ടുള്ള പ്രോബ്ലം ആണ്. അപ്പം ക്ലാരിറ്റീന് പ്രശ്നം ആയതുകൊണ്ട് ഞാൻ അങ്ങോട്ട് കൂട്ടിയെടുക്കുന്നില്ല. ഇനി അടുത്ത പ്രോബ്ലം ഞാൻ നാളെ പറഞ്ഞുതരാം കേട്ടോ. ഓക്കെ, ഇതിന്റെ നോട്ട് ഞാൻ ക്ലിയർ ആയിട്ടുള്ള നോട്ട് ഞാൻ നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് തരാം. ഓക്കെ ഓക്കെ, ഇനിയിപ്പോ എന്തെങ്കിലും ഇതിവിടെ എടുത്തതിൽ എന്തെങ്കിലും ക്ലാരിഫിക്കേഷനോ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ ചോദിക്കാം കേട്ടോ. ആർക്കെങ്കിലും എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നോട്ടിനെ കുറിച്ച് വരി ചെയ്യേണ്ട, നോട്ട് ഞാൻ നിങ്ങൾക്ക് തന്നിരിക്കും. മാത്സ് എങ്ങനെ എടുക്കുമ്പോൾ മനസ്സിലാവുന്നില്ല മിസ്. ഓ, മാത്സ് എങ്ങനെ എടുക്കുമ്പോൾ മനസ്സിലാവുന്നില്ല. ബാക്കി സബ്ജക്ട് പോലെ അല്ല, ഇത് ഫുൾ ഇക്വേഷനും കാര്യങ്ങളും അല്ലേ. അപ്പൊ ഇത് ഫുള്ളൊന്നും കാണാണ്ട് അധികം മനസ്സിലാണ്ട് ഇതൊന്നും തിരിയേയില്ല. അതെ അതെ, അപ്പൊ നമുക്ക് ക്യാമറയുടെ ഒരു ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ് ബോർഡിൽ ചെയ്യാൻ പറ്റാത്തത്. അപ്പൊ അതിന്റെ ഒരു ഇഷ്യൂ ഉള്ളതുകൊണ്ട് മാത്രം കേട്ടോ മിസ്. അല്ലേ പിന്നെ ഒരു വൈറ്റ് ബോർഡ് ആയിരിക്കും മിസ്സിന് ഷൂട്ട് ആവുക. മാത്സ് ആയതുകൊണ്ട് ബാക്കിയെല്ലാം തിയറി കാര്യങ്ങളാണല്ലോ, അതിന് പ്രസന്റേഷൻ കാര്യങ്ങൾ അതൊക്കെ നമുക്ക് നാളെയും കൊണ്ട് അത് റെഡി ആയിട്ട് കിട്ടും. ഇന്നത് അത് പറ്റിയിട്ടില്ല കേട്ടോ, അതുകൊണ്ടാണേ. ഓക്കെ, ഇന്നൊന്ന് അഡ്ജസ്റ്റ് ചെയ്തു കേട്ടോ. എന്റെ ക്യാമറ വെച്ചിട്ടാ ചെയ്യുന്നത്. അപ്പൊ ഇന്നൊന്ന് അഡ്ജസ്റ്റ് ചെയ്തു. അപ്പൊ ഇതിന് നോട്ടിന് വറി ചെയ്യേണ്ട ആവശ്യമില്ല. നോട്ട് ഞാൻ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് തരും. ഓക്കെ ഓക്കെ ഓക്കെ, പിന്നെ എന്തെങ്കിലും ഇതുവരെ എടുത്തതിലോ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്താണെന്നുള്ളതോ അതിന്റെ ഇൻഡിപെൻഡന്റ് വേരിയബിളോ ഡിപെൻഡന്റ് വേരിയബിളോ അതിനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ട്സ്, എങ്ങനെയാണ് ഡെറിവേറ്റീവ് കാണുക എന്നുള്ളതൊക്കെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം. ഇപ്പൊ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ. പിന്നെ അറ്റൻഡൻസും കൂടെ ഒന്ന് പറയണം കേട്ടോ. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങൾക്ക് പറയാം. ഓക്കെ, ഒരു മിനിറ്റ്, ഞാനൊന്ന് അറ്റൻഡൻസ് മാർക്ക് ചെയ്യുന്നുണ്ടേ. ആകാശ് ടീച്ചർ 12. ആകാശ്, അഖിൽ, അമിത്, അനിരുദ്ധ്, കാർത്തിക്, ആദിൻ, ഷഹസാദ്. ഓ പറഞ്ഞോ, ആരാ ചോദിച്ചത്? എന്താ ചോദിച്ചല്ലോ? മുബ്താസിം, ആസിഫ്, അസഫ്. ഓക്കെ, അസഫ്, ഫത്തേഹ്, ഫർദീൻ. പ്രസന്റ്. ടീച്ചർ പ്രസന്റ്. റോൾ നമ്പർ 11 പ്രസന്റ്. ഓക്കെ, നിഷാദ്,
നിവേദ്, Teacher, 12%. പ്രത്യുഷ്. Teacher, 13%. Teacher, Okay. 12%. പ്രത്യുഷ്, രാഹുൽ, Miss, തരുൺ, 13%. Teacher, സൗരവ്, ശ്രീരാഗ്. Teacher, 12%. Miss, 13%. Three. ഓക്കെ 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 ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പൊ ക്ലിയർ കേട്ടോ. 12. Teacher, 12. എന്തെങ്കിലും കാര്യങ്ങൾ ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ ചോദിക്കാം കേട്ടോ. Teacher, Sama. Miss, 3%. ഇതുവരെ പറഞ്ഞതിൽ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്താണെന്നുള്ളതും ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്താണ്. എന്താണ്? Teacher, Prandatin ഇട്ടിട്ടില്ല. ഓക്കെ, നിങ്ങൾ പ്രസന്റ് ഞാൻ എല്ലാവരും ഇവിടെ നോക്കിയിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. സമയം ഇട്ടിട്ടുണ്ട്. Okay, teacher, thank you. ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് ഇതുവരെ ഉള്ളതിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കാം കേട്ടോ. എന്തെങ്കിലും ഇതുവരെ ഉള്ളത് പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ ഇന്ന് പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കാം കേട്ടോ. ഉണ്ടോ? ഓക്കെ, ക്ലിയർ ആണ്. അപ്പൊ ഇനി നാളെ മുതൽ നമുക്ക് വൈറ്റ് ബോർഡ് തന്നെ യൂസ് ചെയ്യാം. അപ്പൊ കുഴപ്പമുണ്ടാവില്ല. ഓക്കെ. Thank you, miss. Thank you, miss.